നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും സുപരിചിതയായ നടിയാണ് വരദ. 2006 പുറത്തിറങ്ങിയ വാസ്തവം എന്ന സിനിമയിലൂടെയാണ് വരദ അഭിനയ ജീവിതം തുടങ്ങുന്നത്. സിനിമയിൽ നേടാൻ സാധിക്കാതിരുന്ന ജനപ്രീതി നേടിയെടുക്കാൻ സീരിയലിലൂടെ വരദയ്ക്ക് സാധിച്ചു. വരദ നായികയായി എത്തിയ അമല എന്ന പരമ്പര സൂപ്പർ ഹിറ്റായിരുന്നു. ഈ പരമ്പരയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിലിടം നേടാനും വരദയ്ക്ക് സാധിച്ചു. അഭിനയത്തിന് പുറമെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നതും. ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ വരദയുടെ ഓഫ് സ്ക്രീൻ ജീവിതവും എന്നും വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ടായിരുന്നു. നടൻ ജിഷിനുമായുള്ള വിവാഹവും വിവാഹമോചനവും എല്ലാം വരദയെ വാർത്തകളിൽ നിറച്ച സംഭവങ്ങളായിരുന്നു. തന്റെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുതൽ ഗോസിപ്പുകൾ വരെ വരദയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ തന്നെക്കുറിച്ചുള്ള ഗോസിപ്പുകളെ കുറിച്ച് സംസാരിക്കുകയാണ് വരദ. എന്നെ പറ്റിയുള്ള ഗോസിപ്പുകളെല്ലാം ഞാൻ അറിയാത്ത കാര്യങ്ങളായിരുന്നു എന്നാണ് വരദ പറയുന്നത്. പിന്നാലെ തന്നെക്കുറിച്ച് കേട്ട ഗോസിപ്പുകളെക്കുറിച്ചും താരം സംസാരിക്കുന്നുണ്ട്. ഒപ്പം അഭിനയിക്കുന്നവരോടൊപ്പം ചേർത്ത് പറയുക എന്നത് മിക്കവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. അത്തരത്തിലാണ് സാജൻ സൂര്യ ചേട്ടനോടൊപ്പം ഒരു ഗോസിപ്പ് വന്നത്. എന്നെ വ്യക്തിപരമായി ഉലച്ച സംഭവമാണത്. ആദ്യമായിട്ടായിരുന്നു അങ്ങനെ ഒരു ഗോസിപ്പ് എന്നാണ് വരദ പറയുന്നത്. അതേസമയം സാജൻ ചേട്ടൻ നല്ല ഒരു സുഹൃത്താണ്. ആ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു തനിക്കെന്നും വരദ പറയുന്നു. എനിക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കളെ ഉള്ളൂ. അവരുടെ സൗഹൃദം നഷ്ടപ്പെടുത്താൻ ആഗ്രഹമില്ലെന്നും താരം വ്യക്തമാക്കി. പിന്നാലെ താൻ കോടികളുടെ വീട് സ്വന്തമാക്കിയെന്ന വാർത്തയെക്കുറിച്ചും വരദ സംസാരിക്കുന്നുണ്ട്. കൊച്ചിയിൽ ഒരു ചെറിയ ഫ്ലാറ്റ് സ്വന്തമാക്കി. അപ്പോൾ വന്ന തലക്കെട്ട് കൊച്ചിയിൽ കോടികളുടെ വീട് സ്വന്തമാക്കി വരദ. ഈ ന്യൂസ് കൊടുത്തവരോട് എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഈ കോടികൾ എവിടെ? കുറച്ച് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് വരദ പറയുന്നു. ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണവും ലോണും ഒക്കെ എടുത്ത് എൻ്റെ ആഗ്രഹം സഫലമാക്കിയതാണ്. അതിനാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് വരദ പറയുന്നത്. അവർക്ക് വർക്കൊന്നും ഇല്ലല്ലോ, പിന്നെ ഈ കോടികളുടെ ഫ്ലാറ്റിന് പണം എവിടെ നിന്ന് വന്നു? ഇവൾക്ക് എങ്ങനെയാണ് ഇത്രയും പണം? ഇവൾ മറ്റേതായത് കൊണ്ടല്ലേ എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കാനാണ് ഇത്തരം വാർത്തകൾ എഴുതുന്നതെന്നാണ് വരദ പറയുന്നത്. ഇത്തരം ഗോസിപ്പുകൾ എഴുതുന്നവരോട് തനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂവെന്നും വരദ പറയുന്നു. പക്ഷെ എന്തെങ്കിലും എഴുതി വിടുമ്പോൾ അത് ബാധിക്കുന്ന ആളുടെ മാനസിക അവസ്ഥയെക്കുറിച്ചും ചിന്തിക്കുന്നില്ലെന്നും താരം പറയുന്നു. അതേസമയം വരദയും നടൻ ജിഷിൻ മോഹനും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം അവസാനിച്ചു എന്ന വാർത്തയും ഈ അടുത്താണ് പുറത്തു വന്നത്. ജിഷിൻ തന്നെയാണ് ഇക്കാര്യം തുറന്നു പറഞ്ഞത്. എന്നാൽ എന്താണ് തങ്ങൾ പിരിയാനുള്ള കാരണമെന്ന് ഇരുവരും വ്യക്തമാക്കിയിട്ടില്ല. വികാരഭരിതനായിട്ടായിരുന്നു ജിഷിന്റെ പ്രതികരണം. ഞങ്ങളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായതെന്ന് ചികഞ്ഞു നോക്കേണ്ട ആവശ്യം ബാക്കിയുള്ളവർക്കില്ലല്ലോ. അറിഞ്ഞിട്ട് ഇപ്പോൾ എന്തെടുക്കാനാണ്? എന്തെങ്കിലും പോസ്റ്റ് ഇട്ടാൽ ഇത് മറ്റേയാൾ പറഞ്ഞതിനുള്ള മറുപടിയാണോ എന്നൊക്കെ ചികഞ്ഞു നോക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളവരുണ്ട്. അവർ കണ്ടുപിടിക്കാൻ ശ്രമം നടത്തുന്നുമുണ്ട്. മുമ്പൊരു അഭിമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിവോഴ്സ് ആയാലും ഇല്ലെങ്കിലും എന്താണ്, ഇനിയിപ്പോൾ ഡിവോഴ്സ് ആയെന്ന് തന്നെ വെക്കുക. ഞാൻ സിംഗിളാണ്, ഫ്രീ ആണ്, ആരെങ്കിലും ഉണ്ടോ കല്യാണം കഴിക്കാൻ? എന്തിനാണ് ഇതൊക്കെ ചോദിക്കുന്നത് എന്നായിരുന്നു ജിഷിന്റെ പ്രതികരണം. എന്തൊക്കെയാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. ഞാൻ മൂടി വെക്കപ്പെട്ട കാര്യമൊന്നുമല്ല. ഞങ്ങൾ പിരിഞ്ഞു, ഞങ്ങൾ വിവാഹമോചിതരാണ്. അതിലിപ്പോൾ എന്താണ്? അത്രയേ ഉള്ളൂ. ക്ലാരിഫിക്കേഷൻ ലഭിച്ചല്ലോ എന്ന് ജിഷിൻ ചോദിച്ചിരുന്നു. പിന്നാലെ ഇപ്പോൾ സുഹൃത്തുക്കളാണോ എന്ന് അവതാരകൻ ചോദിക്കുകയും, നീ എഴുന്നേറ്റ് പോയേടാ, നീ ഇതൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം, ക്യാപ്ഷൻ വരാനല്ലേ, ആ ഭാഗം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ജിഷിൻ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.